ഹലോ ഗായ്സ്, ഇന്നൊരു ഈസി ആൻഡ് സിമ്പിൾ കുക്കർ ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്നൊക്കെ ആൾക്കാർ ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഓയിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ കോക്കനട്ട് ഓയിലാണ് വരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി സ്പൈസസ് ഇട്ട് കൊടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇത്രയും സംഭവമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 4 ഉള്ളിയാണ്, 4 വലിയ ഉള്ളി. നിങ്ങൾ എടുത്ത് എത്രയാണോ ചിക്കൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളീൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പിന്നെ പച്ചമുളകും കൂടി അരച്ച പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പിന്നീട് എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയും പേസ്റ്റും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് നോക്കിയിട്ട് തക്കാളീൻ്റെ അളവും കൂട്ടാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് അധികം വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കുക്കറിൽ അടച്ചു വെച്ച് എന്തായാലും വേവിക്കാൻ പോകുന്ന സംഭവമാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ മാത്രം മതി. അതിന് ശേഷം നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ പുതിന ഇല ഇടണം. പുതിന ഇല എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം പൊടീൻ്റെ കാര്യമായാലും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടി ഇടാവുന്നതാണ്. എരിവ് കുറവാണെങ്കിൽ മുളക് പൊടീൻ്റെ അളവ് കുറക്കാം, അല്ല നല്ല എരിവ് വേണ്ടവർക്ക് അതിൻ്റെ അളവ്. അങ്ങനെ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് ആ ഗ്രേവിയിൽ മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടുക. ഓൾറെഡി ഞാൻ ചിക്കനിൽ ഉപ്പിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചിക്കന് വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് നമ്മൾ കുക്കർ അടച്ചു വെക്കുക. 2 വിസിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. റൈസ് നോർമലായിട്ട് എങ്ങനെയാണോ ഗീ റൈസ് ഉണ്ടാക്കുന്നത്, ബിരിയാണി റൈസ് അതുപോലെ തന്നെ ആക്കുന്നത്. ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ചിക്കനിന് 2 വിസിൽ വന്നിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ചോറിൽ വേണ്ട സ്പൈസസ് ഇടുകയാണ്. നേരത്തെ ഊറ്റി വെച്ച അരി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. സാധാരണ ചിലവർ 1.5 ഗ്ലാസ് വെള്ളം എടുക്കാറുണ്ട്. നമ്മളിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് നമ്മളെ ചിക്കൻ തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ചിക്കനേനി നേരത്തെ ഉണ്ടാക്കി വെച്ച ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചോറ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോറും കൂടി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച കാഷ്യൂനട്ടും ഒനിയനും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റൈസ് സെപ്പറേറ്റ് ആക്കാണ്ട് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് റൈസ് ആക്കാം. അപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി പോലെ ഉണ്ടാകും. അല്ല വേണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂനട്ട് റൈസിൻസൊക്കെ ഇടുന്നു. എന്നിട്ട് അവസാനം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാൻ ഒരു ഈസി ബിരിയാണിയാണ്. പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.